ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ കാലങ്ങളിൽ ഓരോരോ സഹനങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. മനുഷ്യൻ പലപ്പോഴും പകച്ചു നിൽക്കുന്നത് സഹനങ്ങളുടെ മുമ്പിലാണ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മനുഷ്യന് സഹനമുണ്ടാകാം. സാമ്പത്തികമായ തകർച്ച കൊണ്ട് സഹനമുണ്ടാകാം. ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന തിക്താനുഭവത്തിൽ നിന്ന് സഹനമുണ്ടാകാം. മക്കളുടെ പരിത്യക്തത വഴി മാതാപിതാക്കൾക്ക് സഹനമുണ്ടാകാം. ഏതെങ്കിലും ഒരു സഹനം നമുക്കെല്ലാവർക്കും എന്നും ഉണ്ട്. അതുകൊണ്ട് പറയും, ഈ ലോകം ഒരു വലിയ കാൽവരിയാണ്. അവിടെ 100 കുരിശുകൾ ഉയർന്നു നിൽക്കും. ഏതെങ്കിലും ഒരു കുരിശ് തൂങ്ങിക്കിടക്കാതെ ജീവിതയാത്ര പൂർത്തിയാക്കുക സാധ്യമല്ല. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ഒരു സഹനം. ഒരാൾ വഹിക്കുന്ന സ്ഥാനത്തിന് വലിപ്പമനുസരിച്ച് സഹനത്തിൻ്റെ തോതും വലുതായിരിക്കും. വലിയ വലിയ സ്ഥാനം വഹിക്കുന്നവർക്ക് വലിയ അംഗീകാരവും ആദരവും ഉണ്ട്, ഒപ്പം സഹനവുമുണ്ട്. ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ സഹനം, വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വലിയ വലിയ സഹനം. വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ വലിപ്പമനുസരിച്ച് സഹനത്തിൻ്റെ തോതും വലുതായിരിക്കും എന്നാണ് പറയുക. സഹനത്തെക്കുറിച്ചുള്ള ചിന്തകളും അതിൻ്റെ പാഠങ്ങളും ബൈബിളിൽ നിന്നും സ്വകാര്യ ജീവിതത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച് വളരേണ്ടവരാണ്. ആരാണോ കൂടുതൽ സഹിക്കുന്നത് അവർക്കാണ് മനഃശക്തിയും മനക്കെട്ടിയും കൂടുതലുള്ളത്. സഹനം കുറഞ്ഞ ദക്ഷിണേന്ത്യയിൽ ഉള്ളവരേക്കാൾ കൂടുതൽ മനക്കെട്ടി സഹിക്കുന്ന പഞ്ചാബ് അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ്. നല്ല സഹനമുള്ളവർക്ക് നല്ല മനക്കെട്ടിയുണ്ട് എന്തിനെ നേരിടാൻ. ആ സഹനമില്ലാത്തവർക്ക് മനഃശക്തി ചോർന്നു പോകുന്നു, മനക്കെട്ടി കുറഞ്ഞു പോകുന്നു. സഹനത്തിൻ്റെ സന്ദേശമൊക്കെ പഠിക്കും ചിലപ്പോൾ നമ്മൾ കൂതാശകളിൽ നിന്ന് തന്നെ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് 5 ലക്ഷം രൂപ രേഖയില്ലാതെ കൈവായ്പ കൊടുത്തു. താമസിയാതെ പണം മേടിച്ച സുഹൃത്ത് ഒരു വണ്ടി അപകടത്തിൽ മരിച്ചുപോയി. പണം കൊടുത്തതിന് രേഖയില്ല. ആ സുഹൃത്തിൻ്റെ പ്രസ്ഥാനങ്ങളും കടകളുമെല്ലാം സാവധാനം പൊട്ടിപ്പോയി. 5 ലക്ഷം കൊടുത്തയാളുടെ അരിക്കച്ചവടത്തിൻ്റെ കടയും സാവധാനം തകരാൻ തുടങ്ങി. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. ഈ പണം കൊടുത്ത മനുഷ്യൻ്റെ വീട്ടിൽ 25, 23, 20 വയസ്സുള്ള 3 യുവതികളായ പെൺകുട്ടികൾ വളർന്നു വരുന്നു. വിവാഹമായിട്ടും സ്ത്രീധനം കൊടുക്കാൻ പൈസയില്ല. അവസാനം നിരാശപ്പെട്ട ഭർത്താവും ഭാര്യയും തീരുമാനമെടുത്തു, പൊട്ടാസ്യം സയനൈഡ് കലർത്തി ഭക്ഷണത്തിൽ കഴിച്ച് മക്കൾക്കും കൊടുത്ത് 5 പേരുടെയും ജീവിതം അങ്ങ് അധ്യായം അടയ്ക്കുക, അവസാനിപ്പിക്കുക. കുറേ നാളുകൾ ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു. ഒരു ഞായറാഴ്ച രാത്രിയിൽ അത് ചെയ്യാൻ തീരുമാനിച്ചു. അവസാനമായി വിശുദ്ധ കുർബാനയ്ക്ക് എടവോ പള്ളിയിൽ ചെന്നു. അവസാനത്തെ കുർബാനയായതുകൊണ്ട് 2 പേരും ആവേശത്തോടെ കുർബാനയിൽ പങ്കെടുത്തു. അവിടെ എവിടെയെങ്കിലും ദൈവം സംസാരിക്കുന്ന ഒരു സ്വരമുണ്ടോ എന്നറിയാൻ പ്രതീക്ഷയോടെ കാതോർത്തു. പക്ഷെ ഒരു ആശ്വാസവാക്കും കിട്ടുന്നില്ല. കുർബാനയുടെ പാതിക്കാലം കഴിഞ്ഞ് അച്ഛൻ കാസയും പ്രത്യേകിച്ച് അപ്പവും വീഞ്ഞും ഉയർത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന സീറോ മലബാർ ക്രമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവായ ദൈവമേ, നിൻ്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. കർത്താവായ ദൈവമേ, നിൻ്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. 2 പേരുടെയും ദേഹം ധരിച്ചു. കുർബാന കഴിഞ്ഞു. പള്ളിയുടെ പുറത്തിറങ്ങി അവർ പരസ്പരം പറഞ്ഞു, പീഡാനുഭവം ആരംഭിച്ചതേ ഉള്ളൂ, കുരിശുമരണവും പുനരുത്ഥാനവും കാത്തിരിക്കുന്നു. പിന്നീട് പോയത് പൊട്ടാസ്യം സയനൈഡ് മേടിക്കാനല്ല, 2 മഠങ്ങളിൽ നിന്ന് പൈസ ശേഖരിച്ച് ഒരു ധ്യാനമന്ദിരത്തിൽ ചൊല്ലുന്നു.
രണ്ടുപേരും ധ്യാനം കൂടും. ഇതെല്ലാം കഴിഞ്ഞ് ശക്തിയോടെ തിരിച്ചു വരുന്നു. ഉന്തുവണ്ടിയിൽ കച്ചവടമായി, തട്ടുകടയായി, പല ധ്യാനമന്ദിരങ്ങളിൽ പോയി ചെറിയ ശുശ്രൂഷകളായി. പിന്നീട് വളരെ മാന്യമായിട്ട് 3 മക്കളെയും കെട്ടിച്ചു വിട്ട ഒരു അപ്പനെയും അമ്മയും അറിയാം. ജീവിതത്തിൽ ഒരു ഒറ്റ വാക്ക് കൊടുത്ത ബലം, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. അവൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഓരോ ദിവസവും ഓരോരോ വിധത്തിൽ ആചരിക്കുന്നവരും അനുഷ്ഠിക്കുന്നവരുമാണ് നമ്മൾ. ആവശ്യമില്ലാത്ത ഒരു കുത്തുവാക്ക് കേൾക്കുമ്പോൾ, ഏറ്റവും ഇഷ്ടപ്പെട്ടവർ പോലും തള്ളിപ്പറയുമ്പോൾ, ചില വ്യക്തികളാൽ അറിയാതെ ഒറ്റിക്കൊടുക്കപ്പെടുമ്പോൾ, ജീവിതത്തിൽ ഒരിക്കൽ കൂടി അവൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ആചരിക്കുകയാണ്. അവൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മരണ നമ്മളിലൂടെ ആചരിക്കപ്പെടുകയാണ്. സഹനം തന്നുകൊണ്ട് ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. ആരാണോ കുട്ടിക്കാലങ്ങളിലൊക്കെ കൂടുതൽ സഹിച്ചവർ, അവർക്ക് പിന്നീട് നല്ല ബലം വരുന്നത് കാണാം. സാർക്ക് ഗെയിംസ്, കോമൺവെൽത്ത്, ഏഷ്യാഡൊക്കെ വരുമ്പോൾ ആർക്കാ സ്വർണ്ണ മെഡൽ? ഗ്രാമങ്ങളിൽ മലമടക്കിൽ ഓടിപ്പടിച്ച പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമാണ്. ലോകം മുഴുവൻ പഠിപ്പിക്കുന്ന പാഠം. തിരിച്ച് നമ്മുടെയൊക്കെ കേരളീയ പശ്ചാത്തലത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ സിറ്റിയിൽ നല്ല മുതലാളി പെണ്ണുങ്ങളുണ്ട്. കണ്ടാലോ കുതിർന്ന മോഡേൺ ബ്രെഡ് പോലാണ് ഇരിക്കുക. പക്ഷേ കുനിഞ്ഞിട്ട് സ്വർണ്ണ മെഡൽ പോയിട്ട് തെങ്ങിൻ്റെ കവളം മെഡൽ പോലും പൊക്കാൻ പറ്റിയല്ല. അണപ്പ്, കിതപ്പ്, ശ്വാസം മുട്ടൽ. പ്രതിസന്ധികളിൽ ജീവിച്ചവർക്കും പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടവർക്കുമാണ് നല്ല കരുത്ത് കിട്ടുക. സഹനം നമ്മളെ കരുത്തുള്ളവരാക്കി മാറ്റും. എല്ലാ ദിവസവും കർത്താവിൻ്റെ മാലാഖ ചൊല്ലിയിട്ട് അവസാനം ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ. എന്നാ ഓർത്തുകൊണ്ടാണോ തട്ടിവിടുന്നത്? ഈശോമിശിഹായുടെ വാഗ്ദാനം എന്താ? മർക്കോസ് 10:30. ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും. നമ്മൾ ചോദിച്ചു മേടിക്കുകയാണ് പീഡകളും കുരിശുകളും. അത് കിട്ടുമ്പോഴോ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥ യൂദാസ് ദേവൂസ് ഈ കുരിശ് എടുത്തു മാറ്റിക്കോണേ. അന്തോനീസ് പുണ്യാള ഈ കുരിശ് നീ ചുമന്നു മാറ്റിക്കോണേ. ചോദിച്ചു മേടിക്കുന്ന കുരിശുകൾ നമ്മൾ കയ്യിൽ വരുമ്പോൾ ഭാരമായി സഹിക്കാൻ മേലാത്ത അവസ്ഥയായി തളർത്തുന്നത് കാണാം. എത്രയെല്ലാം വ്യക്തികൾക്കാണ് ദൈവം സഹനങ്ങളും കുരിശുകളും കൊടുത്തിരിക്കുന്നത്. എത്രയോ പേർക്കാണ് കുരിശ് കൊടുത്തിരിക്കുന്നത്. മാതാവിന് സഹനമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ സഹനത്തിൻ്റെ ജീവിതമായിരുന്നു. പുത്രനായ യേശുവിന് ജീവിതം സഹനമല്ലേ? ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസ് ജീവിതം സഹനമല്ലേ? പ്രേക്ഷിതവരനായ പൗലോസ് എത്ര പ്രേക്ഷിത വേലകളാണ് നടത്തിയത്? സഹനത്തിൻ്റെ യാത്രകൾ. അവസാനം പൗലോസ് തന്നെ മനസ്സ് മുറിഞ്ഞ് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 12, 6 മുതൽ 10 വരെ വാക്യങ്ങളിൽ, വെളിപാടുകളെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ദൈവമായ കർത്താവ് എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ളു തന്നു. നിരന്തരം എന്നെ കുത്തി നൊമ്പരപ്പെടുത്തുന്ന ഒരു മുള്ള്. 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു, യേശു നായക ഈ മുള്ള ഒന്ന് എടുത്തു മാറ്റാവോ? അവൻ പറഞ്ഞു, മോനെ ആ മുള്ള അവിടെ ഇരിക്കട്ടെ, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വെളിപ്പെടുത്തുക. പൗലോസിനുണ്ടായിരുന്നു സഹനം. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിനുണ്ടായിരുന്നു സഹനം. സകല അപ്പസ്തോലന്മാർക്കും ഉണ്ടായിരുന്നു സഹനം. ആർക്കാ സഹനമില്ലാത്തത്? പഴയ നിയമത്തിൽ സഹനത്തിൻ്റെ മനുഷ്യനല്ലേ പൗരസ്ത്യ സമ്പന്നനായ ജോബ്? എത്രയോ സഹനം. മക്കൾ മരിച്ചു, കൃഷി നശിച്ചു, ആടുമാടുകൾ ചത്തൊടുങ്ങി, ദേഹത്ത് വ്രണമായി, എല്ലാവരും എതിർത്തു. വലിയ സഹനം. ആ സഹനം എന്തിന് ദൈവം കൊടുത്തുവെന്ന് ജോബ് ചോദിച്ചപ്പോൾ ദൈവം മറുപടി ഒന്നും കൊടുത്തില്ല. സ്വയം ഇത് ചോദിച്ച മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരവുണ്ടായി. ജോബ് പറഞ്ഞു, സഹനം ദൈവം എന്തിന് തന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം അറിയാം, എൻ്റെ സമ്പത്തിൽ സന്നിഹിതനായ ദൈവം എൻ്റെ സഹനത്തിലും സന്നിഹിതനാണ്. എൻ്റെ സമ്പത്തിൽ സന്നിഹിതനായ ദൈവം എൻ്റെ സഹനത്തിലും സന്നിഹിതനാണ്. ഇതായിരുന്നു ജോബിൻ്റെ ഉറപ്പ്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനം തരുന്ന ദൈവം സമൃദ്ധിയിലും സന്നിഹിതൻ, തകർച്ച തരുന്നവൻ ഉയർച്ചയിലും സന്നിഹിതൻ. ദൈവം തന്നെയാണ് തരിക. അവിടെയാണ് ജോബ് പറയുക, ദൈവം തന്നു, ദൈവം എടുത്തു,
ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തുതി. നമ്മൾ പ്രകൃതിയിലേക്കൊക്കെ നോക്കി പാഠങ്ങൾ പഠിക്കേണ്ടവരാണ്. പ്രകൃതിയിൽ നോക്കി പാഠങ്ങൾ പഠിക്കേണ്ടവർ. പ്രപഞ്ചം പഠിപ്പിക്കുന്ന വലിയ ചില പാഠങ്ങളുണ്ട്. അതിലൊരു വലിയ പാഠമാണ് പകുതി പകലാണ്, പകുതി രാത്രിയാണ്. ജീവിതത്തിൻ്റെ പകുതി പകലും പകുതി രാത്രിയുമാണ്. മുഴുവൻ പകലായ ദിവസമില്ലല്ലോ, മുഴുവൻ രാത്രിയായ ദിവസവുമില്ല. പപ്പാതി. നക്ഷത്രങ്ങൾ ആകാശത്ത് 24 മണിക്കൂർ നിൽപ്പുണ്ട്. പക്ഷേ അത് കാണണമെങ്കിൽ ഇരുട്ട് പരക്കണം. ദൈവവും മാലാഖമാരും എല്ലാം നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ അതറിയണമെങ്കിൽ സഹനത്തിൻ്റെ ഇരുട്ട് ജീവിതത്തിൽ പരക്കണം. ഒരു ഓർഗൻ എടുക്കുക, എത്ര സുന്ദരമാണ്. പക്ഷെ അതിൽ പകുതി കറുത്ത കട്ടകളാണ്, പകുതി വെളുത്ത കട്ടകളാണ്. വെള്ളക്കട്ട മാത്രമുള്ള ഒരു ഓർഗനില്ല, കറുത്ത കട്ട മാത്രമുള്ള ഒരു ഓർഗനില്ല. ജീവിതത്തിൽ സന്തോഷം മാത്രമുള്ള ജീവിതമില്ല, ദുഃഖങ്ങളും മാത്രമുള്ള ജീവിതമില്ല. സുന്ദരമായ അരളിക്ക നമ്മൾ കാണുന്നു. തിരുവോസ്തി വെച്ച് ഉയർത്തുന്ന അരളിക്ക നമ്മൾ തൊട്ടുമുത്തും ആദരവോടെ നോക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അരളിക്കായി നമ്മുടെ മുമ്പിൽ അത് വന്നപ്പോൾ അതിനൊരു ചരിത്രമുണ്ട്. ചെത്തിക്കൂർപ്പിച്ച ചെമ്പ് കമ്പികളുടെ ചരിത്രം. ചെത്തിക്കൂർപ്പിച്ചു, അടിച്ചു വരുത്തപ്പെട്ടു, മുറിച്ചെടുക്കപ്പെട്ടു. ഒരുപാട് സഹനങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അത് അരളിക്കയായി രൂപാന്തരപ്പെട്ട് വരിക. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയല്ലേ? ജീവിതം അനുഗ്രഹത്തിൻ്റെ അരളിക്ക ആയിട്ട് മാറണോ? സഹനങ്ങളിലൂടെ, ചെത്തിമിനുക്കലിലൂടെ നമ്മൾ കടന്നു പോകണം. ഭരണജ്ഞാനം മഠത്തിൽ ലോകത്തിൻ്റെ ആശീർവാദമായി അൽഫോൻസാമ വന്നെങ്കിൽ അതിൻ്റെ പുറകിൽ സഹനത്തിൻ്റെ നീണ്ട വർഷങ്ങളില്ലേ? ലിസ്യുവിലൊരു കൊച്ചു ത്രസ്യ ഒരു യേശുവിൻ്റെ വെള്ളപുഷ്പമായിട്ട് പ്രേക്ഷിതയായിട്ട് അറിയപ്പെട്ടെങ്കിൽ രോഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു ചരിത്രം കൊച്ചു ത്രസ്യയ്ക്കില്ലേ? കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ, ആ മദർ തെരേസ ഒരു വലിയ വിശുദ്ധയായിട്ട് അറിയപ്പെട്ടെങ്കിൽ ത്യാഗത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, അലച്ചിലിൻ്റെ സഹനത്തിന് ശേഷമാ ഇന്ന് ലോകം ആദരിക്കുന്ന, രൂപക്കൂട്ടി വണങ്ങപ്പെടുന്ന വിശുദ്ധ മദർ തെരേസയായിട്ട് അമ്മ അറിയപ്പെടുക. നമുക്കെല്ലാവർക്കും ഉണ്ട് സഹനങ്ങൾ. കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ എത്രയോ മാതാപിതാക്കൾ സഹിക്കുന്നു. അതിനവസാനമല്ലേ മക്കളുടെ വിജയവും മക്കളുടെ നേട്ടവും അവരുടെ ഉന്നതമായ സ്ഥാനമാനങ്ങളും ഒക്കെ. എത്രയോ സഹനത്തിൻ്റെ ഫലമാണ് ലോകത്തിൻ്റെ വിജയം എന്ന് പറയുക. ഇന്ത്യ ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ സഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു നീണ്ട ചരിത്രമില്ലേ? അതിൻ്റെ വെളിച്ചത്തിലല്ലേ സ്വാതന്ത്ര്യം അനുഭവിക്കുക. ആരൊക്കെയോ ലോകത്ത് നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിക്കുമ്പോഴാണ് ലോകത്തിന് മേന്മയുണ്ടാകുക. ഫാദർ ഡാമിയൻ സഹിച്ചപ്പോഴാണ് കുഷ്ഠരോഗികളുടെ ലോകത്തിൽ ഒരു വീണ്ടെടുപ്പുണ്ടായത്. മദർ തെരേസ സഹിച്ചപ്പോഴാണ് കൽക്കട്ടയിലെയും ലോകത്തിലെയും പുഴുക്കുത്തേറ്റ ജീവിതങ്ങൾക്ക് ഒരു പുതിയ പ്രകാശം ലഭിച്ചത്, ഒരു പുതിയ പ്രകാശം ലഭിച്ചത്. മഹാത്മാഗാന്ധി സഹിച്ചപ്പോഴാണ് ഇന്ത്യക്ക്, ഭാരതത്തിന് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റിയത്. നെൽസൺ മണ്ടേല സഹിച്ചപ്പോഴാണ് സൗത്ത് ആഫ്രിക്കയിൽ ഒരു വിമോചനം ഉണ്ടായത്. എബ്രഹാം ലിങ്കൺ സഹിച്ചപ്പോഴാണ് അമേരിക്കയിൽ അടിമ വ്യാപാരങ്ങൾക്ക് അറുതി വന്നത്. നമുക്കുകൊണ്ട് അങ്ങനെയൊരു ജീവിതം. എന്തെങ്കിലുമൊക്കെ സഹനം ദൈവം നമുക്ക് തരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണും? കുരിശുകളും സഹനങ്ങളും വേദനകളും ദൈവം അനുവദിക്കുമ്പോൾ 3 വിധത്തിൽ നമുക്കതിനെ നോക്കിക്കാണാം. 1 പൈശാചികമായിട്ട്, 2 മാനുഷികമായിട്ട്, 3 ദൈവികമായിട്ട്. സഹനങ്ങളെയും വേദനകളെയും നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു? പൈശാചികമായി സഹനങ്ങളെ നോക്കിക്കാണാം. അതെങ്ങനെയാണ്? എൻ്റെ സൽപ്പേര് പരദൂഷണം മൂലം തകർത്തവൻ ഇടിവെട്ടി കരിഞ്ഞു പോണേ എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ചിന്ത പൈശാചികം.
എനിക്ക് പാര പണിതവൻ ഭൂമി നൊത്ത് പാതാളത്തിൽ ഇറങ്ങിപ്പോണേ എന്ന് ചിന്തിക്കുമ്പോൾ പൈശാചികം. എന്നെ ദ്രോഹിച്ചവർക്ക് അതേ തിന്മ തിരിച്ചു വരണേ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പൈശാചികം. പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്തകൾ ഈ പൈശാചിക തലത്തിലല്ലേ നിൽക്കുക. ചിന്തകൾ പൈശാചികം. 2, മാനുഷികം. എന്താണ് മാനുഷികം? ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി, ശത്രുക്കാർക്ക് പോലും ഇത് വരാതിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ശത്രുക്കൾക്ക് പോലും ഇത് വരാതിരുന്നാൽ മതിയായിരുന്നു. ഈ ടൈപ്പ് ഭാര്യയെ കിട്ടിപ്പോയി, ചുമക്കാതെ പറ്റുകയില്ലല്ലോ. ഈ ടൈപ്പ് കിട്ടിയവനെ കിട്ടിപ്പോയി, വഹിക്കാതെ പറ്റുകയില്ലല്ലോ. ഈ ടൈപ്പ് മക്കളാണ്, കൊണ്ടുപോകാതെ സാധ്യമല്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മാനുഷികം. പരാതി പറഞ്ഞ് ആവലാതി പറഞ്ഞ് സഹനങ്ങളെ കൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ചിന്തകൾ മാനുഷികം. 3, സഹനങ്ങളെ ദൈവികമായിട്ട് കാണാം. എങ്ങനെയാണ് ദൈവികമായിട്ട് കാണുക? ദൈവമേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ നീ എനിക്കിത് അനുവദിച്ചു തരുന്നെങ്കിൽ നിൻ്റെ മനസ്സാണ്. അറിഞ്ഞുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നീ ഇത് അനുവദിക്കുന്നെങ്കിൽ അത് നിൻ്റെ മനസ്സാണ്. നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇതാണ് കുരിശിലെ ക്രിസ്തുവിൻ്റെ ശബ്ദം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എനിക്കിത് അനുവദിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഇതായിരുന്നു കുരിശിലെ ചോദ്യം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സഹനങ്ങളും വേദനകളും വരുമ്പോൾ പൈശാചികമായിട്ട് അവയെ കാണുന്നവരാണോ? മാനുഷികമായി പരാതി പറയുന്നവരാണോ? ദൈവികമായി സ്വീകരിക്കുന്നവരാണോ? അതിന് നമുക്കൊക്കെ കഴിയണം. ദൈവികമായി സഹനത്തെ സ്വീകരിക്കുവാൻ നമുക്കൊക്കെ കഴിയുക. അതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുക. ആരെല്ലാം ശരിക്കും സഹിച്ചവരെല്ലാം കർത്താവിൻ്റെ കൂടെയാണ് യാത്ര ചെയ്തത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്, ദൈവം സഹനം തരുമ്പോൾ അതിൻ്റെയൊക്കെ പുറകിൽ പ്രത്യേക ലക്ഷ്യവുമുണ്ട്. നിരപരാധിക്ക് ദൈവം സഹനം കൊടുക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക രഹസ്യമുണ്ട്, ഓർത്തുകൊള്ളുക. ഒരമ്മ അകാരണമായി ഒത്തിരി സഹിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, മക്കളിലൂടെ ഒരു നന്മ ഇന്നല്ലെങ്കിൽ നാളെ വരും. ഒരു വൈദികൻ ഒരു ഇടവകയിൽ ഒരുപാട് സഹിക്കുന്നെങ്കിൽ ഓർക്കുക, വരും കാലങ്ങളിൽ ധാരാളം ദൈവവിളികളും ദൈവിക നന്മകളും ആ ഇടവക സമൂഹത്തിലുണ്ടാകും എൻ്റെ സഹനത്തിൻ്റെ ഫലമായിട്ട്. നമ്മളൊക്കെ സഹിക്കുമ്പോൾ അതിൻ്റേതായ ഫലങ്ങളും നന്മകളും ലോകത്തിൽ വരുന്നുണ്ട്. സഹനം ദൈവം തരുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ പറയും, വലിയ വലിയ നന്മകൾ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ സഹനങ്ങൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും. കുറേ ചെറിയ സഹനം കഴിയുമ്പോഴാണ് ഒരു വലിയ നന്മ വരിക. യോഹന്നാൻ 12:24 ഗോതമ്പ് മണി അഴുകുമ്പോൾ ഗോതമ്പ് ചെടി എന്ന വലിയ നന്മ വരുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ അകാരണമായിട്ട് സഹിക്കേണ്ടി വരുന്ന അവസരങ്ങളുണ്ട്. അകാരണമായ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന അവസരങ്ങൾ ദൈവം നമുക്ക് അനുവദിക്കുമ്പോൾ പതരരുത്, തളരരുത്, തകരരുത്. വെറുതെ അങ്ങ് സഹിച്ച് നിൽക്കുക, പിടിച്ച് നിൽക്കുക. ആരോടും പരിഭവം പറയല്, ആവലാതി വേണ്ട, ഒന്നും വേണ്ട. ആ സഹനത്തിലൂടെ വെറുതെ അങ്ങ് കടന്നു പോവുക. അങ്ങനെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് ഒരു വലിയ നന്മ തൊട്ട് പിന്നാലെ തരും. ഒരു വലിയ നന്മ ദൈവം നമുക്ക് തൊട്ട് പിന്നാലെ തരും. അത് നമ്മളെപ്പോഴും ഓർക്കുക. ഉപരി നന്മ തരുന്നതിന് മുമ്പാണ് സഹനങ്ങൾ ദൈവം നമുക്ക് തരിക. മറ്റൊരു വിചാരം സഹനവുമായി ചേർത്ത് വെച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, ദൈവം നമുക്ക് സഹനങ്ങൾ തരുന്നത് നമ്മളെ ഉരുക്കി കാച്ചിയെടുത്ത് കൂടുതൽ നന്മകൾ വിളയിക്കുന്നവരാക്കാൻ സഹനത്തിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും. കൂടുതൽ സഹിച്ചവരിൽ നിന്നും ഒരുപാട് നന്മകൾ ലോകത്തിലേക്ക് വരുന്നുണ്ട്. അതാണ് യോഹന്നാൻ 15 പറയുക, വെട്ടി ഒരുക്കപ്പെടുന്ന മുന്തിരിച്ചെടി ഒരുപാട് സഹിക്കണം. അങ്ങനെ സഹിക്കുമ്പോഴാണ് ധാരാളം മുന്തിരിപ്പഴം ഉണ്ടാകുന്ന മുന്തിരിച്ചെടിയായിട്ട് അത് മാറുക.
വെട്ടി ഒരുക്കുന്ന മുന്തിരിയിലാണ് മുന്തിരിപ്പഴങ്ങൾ ധാരാളമുണ്ടാവുക. നന്നായിട്ട് സഹിക്കുന്നവരിൽ നിന്നും ധാരാളം ഫലങ്ങൾ. ദാരിദ്ര്യം സഹിച്ചവർ സമ്പത്തുണ്ടാകുമ്പോൾ പാവങ്ങളെ സഹായിക്കുന്നു. വിശപ്പ് അനുഭവിച്ചവർക്ക് പണമുണ്ടാകുമ്പോൾ വിശക്കുന്നവരെ സഹായിക്കുന്നു. സഹനം നമ്മളെ കൊണ്ട് കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളാക്കി മാറ്റുന്നു, രൂപപ്പെടുത്തുന്നു, രൂപാന്തരപ്പെടുത്തുന്നു. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും ഈ ലോകത്ത് മുഴുവൻ ആരെങ്കിലും മറ്റാർക്കെങ്കിലും വേണ്ടി സഹിക്കണം എന്നുകൂടി ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 51 മുതൽ 55 വരെ അധ്യായങ്ങളിൽ പറയുന്നു, അവൻ വഹിച്ചത് നമ്മുടെ രോഗങ്ങൾ ആയിരുന്നു, അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങൾ ആയിരുന്നു. ആരെങ്കിലുമൊക്കെ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കേണ്ടി വരും. അങ്ങനെയുള്ള സഹനം ലോകത്തെ വിശദീകരിക്കുന്നു. ഒരു പകരം സഹനത്തിൻ്റെ സംസ്കാരം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പകരം സഹിക്കണം. ചിലപ്പോൾ നമുക്ക് തോന്നും, എന്തിനായി അപ്പനമ്മമാർ ഇങ്ങനെ സഹിക്കുന്നത്? പക്ഷേ അത് കഴിയുമ്പോൾ അറിയുക, പിന്നീട് മക്കൾ വലുതായി വലിയ വലിയ സ്ഥാനമാനങ്ങളിൽ എത്തുമ്പോൾ മനസ്സിലാകും അന്ന് മാതാപിതാക്കൾ സഹിച്ചതിൻ്റെ അർത്ഥം. ക്ലാസ്സിലെ കുസൃതിക്കുട്ടിക്ക് വേണ്ടി അധ്യാപകൻ എക്സ്ട്രാ സമയമെടുത്ത് സഹിച്ച് പഠിപ്പിക്കുമ്പോഴവർക്കും തൊഴിലൊന്നുമില്ലേ? പക്ഷേ പിന്നീട് ആ കുട്ടി വളർന്ന് ഒരു വലിയ സ്ഥാനത്തെത്തുമ്പോൾ അധ്യാപകൻ്റെ സഹനം അർത്ഥവത്താണെന്ന് പിന്നീട് മനസ്സിലാവും. ഒരു പകരം സഹനം ലോകത്തിലുണ്ട്. ആ പകരസഹനം വരുമ്പോഴൊക്കെ ലോകത്ത് മാറ്റങ്ങളുമുണ്ട്. എസ്തപ്പാനോസ് കുരിശിൽ കിടന്ന് കല്ലേറേറ്റ് സഹിക്കുന്നു. ക്രൂശിതൻ്റെ പാതയിൽ സഹന വഴികളിൽ എസ്തപ്പാനോസ് ഇങ്ങനെ സഹിക്കുമ്പോഴാണ് ശതാധിപന് മാനസാന്തരമുണ്ടായത്. എസ്തപ്പാനോസിൻ്റെ സഹനം ശതാധിപനെ മാനസാന്തരപ്പെടുത്തി. നമ്മളൊക്കെ സഹിക്കുമ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങൾ ചുറ്റുപാടുകളിൽ നടക്കുന്നു എന്ന് നമ്മൾ ഉറപ്പിക്കണം. അർത്ഥമില്ലാത്ത സഹനമല്ല. ഓരോ സഹനത്തിലും ദൈവം കണ്ടുവെക്കുന്ന ചില അർത്ഥതലങ്ങൾ, ദൈവം ഒളിച്ചു വെക്കുന്ന ചില സമ്മാനങ്ങൾ എല്ലാ സഹനത്തിലുമുണ്ട്. അതല്ലേ പ്രകൃതിയിലൊക്കെ പാടും. ഒരു മുട്ട വെറുതെ ഇരിക്കുന്നു, അനങ്ങാത്തൊരു മുട്ട, അതിനകത്താണ് ആടുന്ന ഒരു മയിൽ. ഒരു ഉണക്ക വിത്ത്, അതിനകത്താണ് ഒരു പച്ച മരം. കുറേ കളിമണ്ണ്, അതിനകത്താണ് ഒരു മൺകലം ഒളിച്ചിരിക്കുക. വലിയ സഹനത്തിൽ ഒരു സമ്മാനം ദൈവം ഒളിച്ചു വച്ചിട്ടുണ്ട്. എല്ലാ സഹനത്തിലും ദൈവം ഒളിക്കുന്ന ഒരു സമ്മാനമുണ്ട്. ആ തിരിച്ചറിവാണ് നമ്മളെ ബലപ്പെടുത്തേണ്ടതും നമ്മളെ ശക്തിപ്പെടുത്തേണ്ടതും. പകരം സഹനങ്ങളിലൂടെ, വീണ്ടും സഹനത്തിലൂടെയാണ് മനഃശക്തി വർദ്ധിക്കുക. നല്ല സഹനത്തിലൂടെ പോകുമ്പോൾ നല്ല മനക്കെട്ടി ഉള്ളവരായി നമ്മൾ മാറുന്നു. പ്രതിരോധ ശക്തി നമ്മൾ വർദ്ധിക്കുന്നതും സഹനത്തിലൂടെയാണ്. ക്രിസ്തുവിൻ്റെ പാഠം, പ്രവാചകന്മാരുടെ പാഠം, പുണ്യാത്മാക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് സഹനത്തിൽ നിന്നും മുഖം തിരിക്കരുത്. സഹനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുക. നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ അതിൽ മറഞ്ഞിരിക്കുന്നൊരു മഹത്വം ദൈവം ലോകസമക്ഷം വെളിപ്പെടുത്തും. ഇന്നല്ലെങ്കിൽ നാളെ. ലോക ചരിത്രം പഠിപ്പിക്കുന്നതാണ്, വേദപുസ്തക പാരമ്പര്യം പഠിപ്പിക്കുന്നതാണ്, നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെ. അങ്ങനെ സഹനത്തിൽ അർത്ഥം കണ്ടെത്താനും ദൈവത്തോടൊപ്പം ചേർന്നിരിക്കാനും നന്മ നിറഞ്ഞ ജീവിതം വഴി, നമ്മുടെ സഹനം വഴി നമ്മളുമായി ബന്ധപ്പെടുന്നവരെ വിശദീകരിക്കുവാനും ദൈവം വിളിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സഹനത്തിലൂടെ കടന്നുപോയ കർത്താവേ, പീഡാനുഭവവും കുരിശുമരണവും വഴി പുനരുത്ഥാനത്തിലേക്ക് അങ്ങ് കടന്നു വന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സഹനങ്ങളിലൂടെ നിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലത് കരത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ ആ അനുഗ്രഹവും ആശീർവാദവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയട്ടെ. പരാതി കൂടാതെ, പരിഭവം കൂടാതെ തരുന്ന സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ മുദ്ര കുത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.